ഈ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ചെയ്യാറില്ലേ? വല്ലപ്പോഴും ഒക്കെ എടുത്ത് ഒന്ന് തുടച്ചൊക്കെ വെക്കും. വാർഡ്രോബിലെ തുണിയൊക്കെ ആണെങ്കിലും വല്ലപ്പോഴും ഒക്കെ ഒന്ന് എടുത്ത് തട്ടിക്കുറഞ്ഞ് വല്ല ഈച്ചയോ പൂച്ചയോ വല്ലതൊക്കെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ബുദ്ധിയും വല്ലപ്പോഴും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കണം. എന്തുകൊണ്ട്? ഇതിനെ ചൊല്ലാവതല്ലാതെന്ന് പറയുന്നു. ഇല്ലാത്ത ഒന്നിനെ എങ്ങനെയാണ് വിശദീകരിക്കുക? വൃത്രചരിതം നമ്മളൊരു പുസ്തകമായിട്ട് കുറെ പേർക്കെങ്കിലും ഒക്കെ കിട്ടിക്കാണുമല്ലേ? തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ യജ്ഞപ്രസാദമായിട്ട് കിട്ടിക്കാണുമല്ലോ. അതിൽ വൃത്രന്റെ ചരിതത്തെ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഈ അനാദി അവിദ്യയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അജ്ഞാനം എന്നുള്ള ഒരിടത്തും ഇല്ല. അജ്ഞാനിയുടെ തലത്തിലും അജ്ഞാനമില്ല. എന്തുകൊണ്ട്? അജ്ഞാനിക്ക് അജ്ഞാനത്തെക്കുറിച്ച് അറിവില്ല. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പറയാറുണ്ടോ, എന്നെ ഇപ്പോൾ ഉപദ്രവിക്കരുതേ പ്ലീസ്, ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഉറങ്ങുകയാണ്, എന്നെ ഉപദ്രവിക്കരുതെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കൂ? ഇത്തിരി ഒന്ന് ആലോചിച്ചു, സ്വല്പമൊക്കെ തലയൊന്ന് ചിന്തിക്കുന്നത്. എന്തുകൊണ്ട്? ഉറങ്ങുകയാണെന്ന് പറയുകയും രണ്ടും കൂടി സാധ്യമല്ല. ഉറങ്ങുന്നതിന് മുമ്പ് വേണേ പറയാം, എന്ത്, ഞാൻ ഉറങ്ങാൻ പോവാണ്, എന്നെ ഞാൻ ഉറങ്ങുകയാണ് എന്നാർക്കും പറയാൻ സാധ്യമല്ല. ചൊല്ലാവതല്ലാതെ അനാദ്യ അവിദ്യ. അവിദ്യയെക്കുറിച്ച് ചൊല്ലാനോ വിശദീകരിക്കാനോ സാധ്യമല്ല. എന്തുകൊണ്ട്? ഇല്ലാത്ത. ഉള്ളതിനെയാണെങ്കിലല്ലേ പറയാനൊക്കെ ഉള്ളൂ. ഇതില്ലാത്തതാണ്. അപ്പൊ അജ്ഞാനിക്കും അജ്ഞാനം ഉണ്ടോയെന്ന് അറിയില്ല. ജ്ഞാനിയുടെ ദൃഷ്ടിയിലും അജ്ഞാനം ഇല്ല. പിന്നെ ആരാണ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത്? അപ്പൊ ജ്ഞാനിക്കും അജ്ഞാനിക്കും ഒരുപോലെ അജ്ഞാനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിയുന്നില്ല. കാരണം അത് ഇല്ലാതെ ഉണ്ടെന്നുള്ള ഒരു തോന്നൽ മാത്രമായിരുന്നു. എങ്ങനെ? കയറിൽ പാമ്പ് ഉണ്ടായതുപോലെ. ഇനിയും വരുന്നുണ്ട് ഈ ഉദാഹരണങ്ങളൊക്കെ വീണ്ടും നമ്മൾ കാണും എന്നർത്ഥം. ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ള ഒരു ഉപാധിത്രയം. ചിത്തിന്റെ 3 ഭാഗങ്ങളാണ് സൂചിപ്പിക്കുന്നത്. എന്ത്? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ. 3 ശരീരങ്ങളാണ് നമുക്ക് ഉള്ളത്. ഇത് സ്ഥൂല ശരീരം, മനസ്സും ബുദ്ധിയും കൂടെ പ്രധാനമായിട്ടുള്ള സൂക്ഷ്മ ശരീരം, ഈ അനാദി അവിദ്യ നിലനിർത്തുന്ന കാരണശരീരം. കാരണശരീരം എന്ന് പറഞ്ഞാൽ കോസൽ ബോഡി. ഇത് നിലനിൽക്കാൻ കാരണം എന്താണ്? ജീവഭാവം നിലനിൽക്കാൻ കാരണം അജ്ഞാനമാണ്. ആ അജ്ഞാനത്തിന്റെ ഒരു ലെയറിനെയാണ് കാരണശരീരം. അല്ലാതെ മറ്റേ ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് പോലും അനുഭവിക്കാൻ സാധ്യമല്ല. കാരണം സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും പ്രത്യേകം നിലനിൽക്കുന്നു എന്ന തോന്നല് അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്. ആ അജ്ഞാനത്തിന്റെ ഒരു ലെയറിനെയാണ് ശരീരമായിട്ട് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ട് അതിനെ ശരീരം എന്ന് പറയുന്നു? ശരീരം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ശീര്യതേ, നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇന്നലെ രാജാര്യൻ പ്രഭാഷണത്തിൽ കേട്ടു. ടി വിയിലെ സത്സംഗത്തിൽ അമൃത ചാനലിലാണെന്ന് തോന്നുന്നു, വൈകിട്ട് ഒരു സ്വാമി സംസാരിച്ചത്. ശരീരം എൻ്റേതെന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം എന്തുകൊണ്ട്? എൻ്റേതായിരുന്നെങ്കിൽ അത് ജീർണിക്കാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു. ശരീരം ജീർണിക്കാനോ തല നരയ്ക്കാനോ ശരീരം ഇല്ലാതാകാനോ ഞാൻ അനുവദിക്കില്ലായിരുന്നു. അതുകൊണ്ട് ശരീരം എൻ്റെ അല്ല. കാരണം എനിക്ക് ഇതിൽ യാതൊരു നിയന്ത്രണമില്ല എന്ന് സൂചിപ്പിച്ച പോലെ. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, പ്രധാനമായിട്ട് മനസ്സും ബുദ്ധി. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. മനസ്സും ബുദ്ധിയും എന്ന് ഓർത്തുകൊള്ളുക. സൂക്ഷ്മ ശരീരം, കാരണശരീരം എന്ന് പറയുന്നത് ഇതൊക്കെ നിലനിർത്തുന്ന അജ്ഞാനത്തിന്റെ. അപ്പൊ ശരീരം എന്ന് പറയാൻ കാര്യം അതും നശിക്കുന്നതാണ്. എന്തുകൊണ്ട്? അതിനെ നിലനിർത്തുന്നത് അനാദി അവിദ്യ ആണ്. അതും നശിക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴാണ് നശിക്കുന്നത്? ജ്ഞാനപ്രാപ്തിയിൽ. ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് അജ്ഞാനത്തിന് നിലനിൽപ്പ്? സ്വപ്നാദിയിൽ പലത് കണ്ടിട്ടുണർന്നവനോടൊപ്പം. പിന്നെ അനുഭവം വല്ലതും ഉണ്ടോ? കുറേ കല്യാണം കഴിച്ചെന്നും അതിലൊക്കെ കുറേ മക്കളുണ്ടായെന്നും ഒക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശബ്ദം കേട്ട് ആ സ്വപ്നത്തിലെ ഒരു കുട്ടി തന്നെ
ആണ് ഉണരാൻ കാരണമായത്. ഉണർന്നു കഴിഞ്ഞപ്പോഴോ ഇവർക്കൊക്കെ ഞാൻ ഇനി എങ്ങനെ ചെലവിന് കൊടുക്കും എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ട്? ഉണർന്നു കഴിഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? സ്വപ്നമായി. എന്നാൽ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആർക്കെങ്കിലും തോന്നിയോ ഞാൻ സ്വപ്നം കാണുകയാണെന്ന്? പലർക്കും ഇപ്പൊ ഈ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സീരിയലുകൾ കാണാൻ ഒക്കുന്നില്ല അത്രേ, പരാതി പറയുന്നുണ്ട്. എന്തുകൊണ്ട്? സീരിയൽ കാണുമ്പോൾ ഇതൊക്കെ കൃത്രിമമാണെന്നുള്ള തോന്നൽ വരുന്നു. സിനിമയും സീരിയലും ഒക്കെ കാണുമ്പോൾ ഇത് കൃത്രിമമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എവിടെയാണ് പിന്നെ ആസ്വാദ്യത? നടി അല്ലെങ്കിൽ ചിലപ്പോൾ നടൻ ഗ്ലിസറിൻ ഉപയോഗിച്ച് കരയും. നമ്മൾ കരയുന്നതോ നല്ലൊരു കണ്ണുനീര് ഉപയോഗിച്ച് കരയും. ആര്? നേരെ മറിച്ച് അത് ഗ്ലിസറിൻ തേച്ച കണ്ണുനീരാണ്. അതിൻ്റെ അകത്ത് ആ കുട്ടി മരിച്ചതായിട്ട് കാണിച്ചത് കൃത്രിമമാണ്, വെറുതെ കാണിച്ചതെന്ന് കണ്ട ആർക്കെങ്കിലും ആസ്വാദ്യത വരും? ആലോചിച്ച് നോക്കുന്നത്. സത്യാവസ്ഥ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആസ്വാദ്യതയൊന്നും ഇല്ല. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളുടെ അവസ്ഥ ഇതാണ്. അപ്പൊ ഈ സൂക്ഷ്മ ശരീരം എന്താ ചെയ്യുന്നത്? സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തെ ഉപേക്ഷിക്കുന്ന ചടങ്ങിനാണ് മരണം എന്ന് പറയുന്നത്. മറിച്ച് പറയരുതേ. എങ്ങനെയാ പറയണ്ടേ? സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തെ ഉപേക്ഷിക്കുന്ന ചടങ്ങിനാണ്. എന്താ അതിന് ചടങ്ങെന്ന് പറഞ്ഞാൽ എന്താ ആരും ചോദിക്കാത്തത്? പല ചടങ്ങുകളിലൊന്നതാണ്. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തി. എന്താ പറഞ്ഞത്? ബാല്യവും യൗവനവും ജരയും ഒക്കെ ഒരേ ശരീരത്തിൽ എങ്ങനെയുണ്ടായോ അതേപോലെ അന്തരദേഹപ്രാപ്തി, മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നതാണ്. വാസാംസി ജീർണാനി യഥാ വിഹായ. മുഷിഞ്ഞ വസ്ത്രത്തെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെയാണോ പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് അതുപോലെയാണ് ഇത് കൊള്ളുകയില്ല എന്നായിട്ട് ഇതിനെ കളയും. ഇപ്പൊ ദശരഥന്റെ മരണം കഴിയുന്ന ഭാഗത്ത് നമ്മൾ വസിഷ്ഠന്റെ ഇതേ വാക്ക് കേൾക്കും. പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത് പോലെയേ ഉള്ളൂ പഴയ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട്? സൂക്ഷ്മ ശരീരം പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നതിനെ ജനനമെന്നും സ്വീകരിച്ച ശരീരത്തെ ഉപേക്ഷിക്കുന്നതിനെ വളരെ സിമ്പിൾ. അപ്പൊ ഈ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാനാകുന്ന സൂക്ഷ്മ ശരീരം ഉണ്ടായിരുന്നു. ഇത് സ്വീകരിച്ചിട്ട് ഇപ്പൊ ഇതിലിരുന്ന് പ്രവർത്തിക്കുന്നതും അതേ സൂക്ഷ്മ ശരീരമാണ്. ഇതില്ലാതായി കഴിഞ്ഞാലും നിലനിൽക്കുന്നത് അതേ സൂക്ഷ്മ ശരീരമാണ്. പിന്നെ എന്തിനാ ദുഃഖിക്കുന്നത്? അപ്പൊ ഇത് പോയേ എന്ന് പറഞ്ഞിട്ട് ദുഃഖിക്കേണ്ട കാര്യമല്ല. ഇത് പോയതുകൊണ്ട് ഞാൻ ഇല്ലാതെയാണ്. ഇനി ആത്മതലത്തിൽ ആത്മജ്ഞാനമൊന്നും ഇല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നർത്ഥം. സ്ഥൂല ശരീരത്തിന്റെ നാശത്തിലും സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല. ഇപ്പോഴും അനുഭവിക്കുന്ന ആരാണ്? ഇവിടെ നിന്ന് സംസാരിക്കുന്നതും ഇവിടെ നിന്ന് കേൾക്കുന്നതും ഒക്കെ ആരാണ്? ഈ ശരീരം കൊണ്ടാണോ? മനസ്സിവിടില്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? വീട്ടിൽ പഴം പുഴുങ്ങാനൊക്കെ വെച്ചൊക്കെയാ വന്നത്. സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണോ എന്തോ വന്നത്? ആരെങ്കിലും ശ്രദ്ധിക്കുമോ എന്തോന്നൊരു ചിന്ത ഫ്ലാഷ് പോലെ ആരുടെയെങ്കിലും മനസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവിടെ പറഞ്ഞ് എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവും. ആലോചിച്ചു. എന്തുകൊണ്ട്? ഇവിടെയും സൂക്ഷ്മ ശരീരത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ അനുഭവങ്ങളെല്ലാം. തത്വബോധം എന്ന മഹത് ഗ്രന്ഥത്തിൽ, പ്രകരണ ഗ്രന്ഥത്തിൽ ആചാര്യസ്വാമികൾ ഇതിനെ രണ്ടും നല്ല ഭംഗിയായിട്ടൊരു വിവരണം കൊടുക്കുന്നുണ്ട്. വിശദീകരിക്കുന്നില്ല. സൂക്ഷ്മ ശരീരത്തിന് ഭോഗസാധനമെന്നും സ്ഥൂല ശരീരത്തിന് ഭോഗായതനം എന്നുമാണ് നിർവചനം കൊടുത്തിരിക്കുന്നത്. ഇത് വെറും കൗണ്ടറുകൾ മാത്രമാണ്. ബാങ്കിൽ ക്യാഷ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് മാത്രം അത് ആകുമോ? ശരിക്കത് ക്യാഷ് കൗണ്ടർ ആകുന്നത് എപ്പോഴാണ്? 10 മണി കഴിയുമ്പം ക്യാഷുമൊക്കെ എടുത്ത് ഒരാളവിടെ വന്നിരുന്ന് ഭോഗായതനവും ഭോഗസാധനവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? 8 മണിക്കെന്ന് നോക്കിയാലും ആ കൗണ്ടർ അവിടെ കാണും. പക്ഷെ അവിടെ ശരിക്കും ക്യാഷ് കൗണ്ടർ ആകുന്നത് എന്ന് പറയുന്നത് പോലെ കണ്ണ്
കണ്ണാകുന്നത് എപ്പോഴാണ്? മനോബുദ്ധിയാദികളുടെ സഹായത്തോടുകൂടി ഏതെങ്കിലും രൂപത്തെ ഗ്രഹിച്ച് ഇത് ഇന്ന വ്യക്തിയാണ്, അതല്ലെങ്കിൽ ഇന്ന സാധനമാണ് എന്ന് ഗ്രഹിക്കുന്ന അവസ്ഥയിൽ മാത്രമേ ഉള്ളൂ. വ്യത്യാസം മനസ്സിലായില്ലേ? സൂക്ഷ്മ ശരീരം ഇപ്പോഴും നമ്മളാക്കി നിലനിർത്തുന്നത് സൂക്ഷ്മ ശരീരത്തിന്റെ പ്രവർത്തനമാണ്. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും. ഇപ്പൊ സ്ഥൂല ശരീരം, എത്ര ശരീരമുണ്ട്? 3 ശരീരം. ഏതൊക്കെയാണ്? സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. സ്ഥൂല ശരീരം നശിക്കുമ്പോൾ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും നശിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്ന മരണത്തിന് ശേഷം എന്താ സംഭവിക്കുക? സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും കൂടി പിന്നീടുള്ള യാത്ര തുടരുന്നു. എത്ര വരെ? അടുത്ത ഒരു ശരീരം സ്വീകരിക്കുന്നത് വരെ. ഏത് ശരീരമാണ് സ്വീകരിക്കുക? സ്ത്രീയാണോ, പുരുഷനാണോ, സുന്ദരനാണോ, സുന്ദരിയാണോ, മുടന്തനാണോ, ബധിരനാണോ? ഇതൊക്കെ ഏതിനനുസരിച്ചിരിക്കും? ആ ജന്മത്തിൽ അനുഭവിക്കേണ്ട കർമ്മങ്ങൾ അഥവാ പ്രാരബ്ധ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ശരീരത്തെ സ്വീകരിക്കും. ഈ ഒരുതരം പുഴുവുണ്ട്, പുല്ലിൻ ചാടിച്ചാടി നടക്കുന്ന ഒരു പുഴു. ശ്രദ്ധിച്ചാൽ അറിയാം അല്ലേ? ആ പുല്ലിന്റെ എന്താ പറയുക, ബ്ലേഡ് എന്നുള്ളതിന്, അതിന്റെ ഇലയുടെ അറ്റത്ത് ചെന്ന് നിന്നിട്ട്, അഗ്രത്തിൽ നിന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടെന്ന് അർത്ഥം. ഒരറ്റം ഇങ്ങനെ അതിൽ മുക്കിയിട്ട് ഇങ്ങനെ മറ്റേ അറ്റം കൊണ്ട് ഇങ്ങനെ ഒരു സർവേ നടത്തുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഏതിലേക്കാണ്? എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ വിട്ടിട്ട് ആ പുല്ലിന്റെ ആ പുഴുവിന്റെ സ്ഥാനത്ത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ കണ്ടോളൂ. ഈ വിട്ട ഇതിന്റെ സ്ഥാനത്ത് സ്ഥൂല ശരീരത്തെ കണ്ടുകൊള്ളൂ. അപ്പോൾ എളുപ്പം മനസ്സിലാകും. അപ്പൊ മരണത്തോടുകൂടി ഇത്രേ സംഭവിക്കുന്നുള്ളൂ എന്ന് ബോധിച്ചാൽ നമ്മുടെ മരണത്തെക്കുറിച്ചോ മറ്റുള്ളവരുടെ മരണത്തെക്കുറിച്ചോ യാതൊരു പ്രയാസമില്ല എന്നർത്ഥം. നമുക്ക് ഏറ്റവും പേടിയുള്ളത് അതാണല്ലേ. മറ്റുള്ളവരൊക്കെ മരിക്കുന്ന കാര്യം പറയുമ്പോഴും നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്നർത്ഥം. അല്ലേ? അത് ചിന്തിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും പ്രാരബ്ധം തീരുന്ന സമയത്ത് ശരീരം, ഇങ്ങനെ നിൽക്കുന്ന ശരീരം, പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്ന ശരീരം ഹൊറിസോണ്ടലാകും. ആയേ പറ്റൂ അല്ലേ? അത് പ്രകൃതി നിയമമാണ്. എന്ത്? നമ്മളിപ്പോ ഒരു കല്ലിങ്ങനെ എടുത്ത് എറിഞ്ഞാൽ എന്താ സംഭവിക്കും? ആ എറിയുന്ന ഫോഴ്സിൽ കുറച്ച് ദൂരം ആ കല്ല് പോകും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭൂമിയുടെ എന്താ പിന്നെ പറയാ, ആകർഷണ ശക്തി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിൽ ഇമ്മീഡിയറ്റ്ലി ആക്ട് ഓൺ ദ സ്റ്റോൺ. അപ്പൊ എന്ത് സംഭവിക്കും? ഇതുപോലെ ഇപ്പൊ നമ്മൾ പോകുന്ന മുഴുവൻ എന്തിന്റെ ബലത്തിലാണ്? പ്രാരബ്ധ കർമ്മങ്ങളുടെ ബലത്തിലാണ് ഈ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ അത് തീരുമോ? അതെപ്പോഴാന്ന് ആർക്കറിയാം? അതറിയാനാണ് ഞാൻ കഴിഞ്ഞ ദിവസം ജോത്സ്യന്റെ അടുത്ത് പോയത്. അതുകൊണ്ടാണ് അറിവുള്ളവരാരും ഇതിനൊന്നും പോവില്ല. പ്രാരബ്ധകർമ്മം തീരുമ്പോൾ ഈ ശരീരം പ്രാരബ്ധായ സമർപ്പിതം. സാധനാപഞ്ചകം, ആചാര്യസ്വാമികളുടെ പ്രസിദ്ധമായ ഒരു പല പഞ്ചകങ്ങളിലൊന്നാണ് സാധനാപഞ്ചകം. അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫ്രേസാണ് പ്രാരബ്ധായ ഞാൻ ഈ ജന്മം പ്രാരബ്ധത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. എന്ത് വേണമെങ്കിൽ സംഭവിച്ചോട്ടെ ഈ ശരീരത്തിന്. അത് വീഴേണ്ട സമയത്ത് അത് വീഴും. എനിക്കിതിൽ യാതൊരു കാര്യമില്ല. എന്തുകൊണ്ട്? എനിക്കിതുമായിട്ട് യാതൊരു ഒട്ടലുമില്ല. ഇപ്പം അതെന്നെ ആശ്രയിച്ച് നിൽക്കുന്നു എന്ന് ഉറച്ചു കഴിഞ്ഞാൽ അത് വീഴേണ്ട സമയത്ത് വീണ് പോയിക്കോട്ടെ. ഈ റീഫില്ല് ചെയ്യാനൊക്കാത്ത ഡോട്ട് പെൻ കൊണ്ട് എഴുതി തീർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? നല്ല ഭംഗിയുള്ളതാണെങ്കിൽ കുറച്ച് ദിവസം മേശപ്പുറത്തൊക്കെ വെക്കും. എന്ത് രസമാണ്, ഇതാ കൊച്ചുമോള് വന്നപ്പോൾ കൊണ്ടുവന്നതാ, എന്ത് രസമായിരുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ എടുത്ത് വെച്ചിട്ടൊരു കാര്യമല്ല. അതേ ഭാവത്തിൽ സ്ഥൂല ശരീരമാകുന്ന മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുന്ന മുഴുവൻ
സൂക്ഷ്മ ശരീരമായ സിം കാർഡ് അതിലിട്ടിട്ടുള്ളത് കൊണ്ടും ഭഗവാനാകുന്ന സർവീസ് പ്രൊവൈഡർ അല്ലേ, ഇത് രണ്ടും ഉള്ളതുകൊണ്ട് മാത്രമായോ? മൊബൈൽ ഫോൺ സെറ്റ് വേണം, അതിനകത്തൊരു സിം കാർഡ് വേണം, ഇത് രണ്ടും കൊണ്ട് മാത്രമായോ? അത് കണക്ട് ചെയ്യുന്ന ഒരു BSNL ഐഡിയയോ വോഡാഫോണോ യൂണിനോറോ ഒക്കെ. സ്ഥൂല ശരീരം മൊബൈൽ സെറ്റിന്റെ സ്ഥാനമാണെന്ന് വിചാരിക്കുക, സൂക്ഷ്മ ശരീരം സിം കാർഡിന്റെ സ്ഥാനമാണെന്ന് വിചാരിക്കുക, ഇതിന് സർവീസ് കണക്ട് ചെയ്യുന്ന ആളാണ് ഭഗവാനെന്നും വിചാരിച്ചാൽ ഏറ്റവും പുതിയ ഉദാഹരണം വഴി നമുക്ക് ഗുരുവായൂരപ്പ ശരണം നാരായണ. സ്ഥൂലവും സൂക്ഷ്മവും കാരണം എന്നതും മൂലമാം ചിത്തിനുള്ളൊരു ഉപാധിത്രയം. ഉപാധിത്രയം ഏതാ ഉപാധികള്? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെയാണ് ഉപാധിത്രയം എന്ന് സൂചിപ്പിച്ചത്. എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനനാം പരൻ തത് വിയുക്തൻ വിഭോ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സർവേശ്വരനാണ്. അത് ഇതിൽ നിന്നൊക്കെ തത് വിയുക്തൻ, ഇതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നത്. യുക്തൻ എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുന്നത്, വിയുക്തൻ എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുന്നത്. അപ്പൊ ഭഗവാൻ ഇതിൽ നിന്നൊക്കെ വേറിട്ട്, ഇതിലെ പ്രകാശിപ്പിക്കുക എന്ന ഒരു ചടങ്ങ് മാത്രമേ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് നടക്കുന്നുള്ളൂ. ഇപ്പൊ സൂര്യൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്രകാശിക്കുന്നത്? സൂര്യന്റെ സ്വഭാവമാണ് പ്രകാശിക്കുക. മാഗ്നറ്റ് എന്താ പിന്നെ കാന്തം. കാന്തം എന്തുകൊണ്ടാണ് ഇരുമ്പ് തരികളെ ആകർഷിക്കുന്നത്? അതിന്റെ സ്വഭാവമാണ്. ഇതാര് പറഞ്ഞു? പ്രഹ്ലാദന്റെ സ്തുതിയിൽ ഇത് കാണാമെന്ന്. എന്തുകൊണ്ടാണ് നിന്റെ മനസ്സ് ഭഗവാനിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? കാന്തത്തിന്റെ അടുത്ത് വരുമ്പോൾ അതിലേക്ക് ഓടിപ്പോകുന്ന ഇരുമ്പ് തരിയോട് എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയുന്നത്? നിസ്സഹായനായിട്ട് ഞാനിതാ അതിലേക്ക് പോകും. ഇത് ഉറയ്ക്കണമെന്ന് അർത്ഥം. അപ്പൊ തദ്വിയുക്തൻ വിഭോ, സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി, സർവോപരിസ്ഥിതനായി, സർവസാക്ഷിയായി, തേജോമയനാൻ പരൻ പരമാത്മാവ് രാജീവലോചനാകുന്ന നീയല്ലോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി. ഇന്നലെ നമ്മൾ ഈ ഉദാഹരണം പറഞ്ഞതാണ്. കണ്ണാടിയുടെ മുമ്പിൽ ഒരു ബിംബം നിന്നാൽ എന്ത് സംഭവിക്കും? അതിന്റെ പ്രതിബിംബം കാണും. ഒരു ഗ്ലാസും കൂടെ ഉണ്ടെങ്കിലോ, ഒരു കണ്ണാടിയും കൂടെ ഉണ്ടെങ്കിലോ, ഇന്നലെ നമ്മൾ പറഞ്ഞു എത്ര എണ്ണം എന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തരും ഓരോ എണ്ണം പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ തീരുമാനിച്ചത് എന്താണ്? അനന്തം, ഇൻഫിനിറ്റ്. എന്തുകൊണ്ട്? ഇതിലെ പ്രതിബിംബം അതിൽ വരും, ആ പ്രതിബിംബം ഇതിൽ വരും. ഇത്ര എണ്ണെന്ന് പറയാനേ സാധിക്കില്ല. അപ്പോൾ പിന്നെ നിറയെ കണ്ണാടിയാണെങ്കിലോ ഒരിക്കലും എണ്ണി തീർക്കാനാവാത്ത രീതിയിൽ സർവപ്രപഞ്ചത്തിനും. പിന്നെ ബിംബ പ്രതിബിംബ ബന്ധത്തെ പല കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചതാണ്, പല ഘടകങ്ങൾ കണ്ടതാണ് എന്നർത്ഥം. ഒന്ന്, ആ പ്രതലത്തിന്റെ മുമ്പിൽ വരുന്ന എല്ലാറ്റിനെയും പ്രതിബിംബിപ്പിക്കും. പ്രതിബിംബത്തിന് എന്ത് സംഭവിച്ചാലും ബിംബത്തെ അത് ബാധിക്കുന്നില്ല. പ്രതിബിംബത്തിന്റെ ഗുണനിലവാരം ഏതിനെ ആശ്രയിച്ചിരിക്കും? ഏത് പ്രതലമാണോ പ്രതിബിംബിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. ബിംബം അതേപോലെ ഇരിക്കും. പക്ഷേ അല്ലേ, ഓരോരോ ജലാശയേ ഇന്നലെ വായിച്ചില്ലേ രാമഹൃദയത്തില്, മഹാകാശം നീ എങ്ങനെ കാണുന്നുവോ അതേപോലെ. അപ്പൊ പ്രതിബിംബിക്കുന്ന പ്രതലത്തിനനുസരിച്ചാണ് പ്രതിബിംബത്തിന്റെ ക്വാളിറ്റി. അപ്പോൾ നമ്മുടെ മനോബുദ്ധിയാദികളിലാണ് പരമാത്മ ചൈതന്യം പ്രതിഫലിച്ച് ജീവനാകുന്നതെങ്കിൽ ജീവന്റെ ഗുണദോഷങ്ങൾ ഏതിനെ ആശ്രയിച്ചിരിക്കും? എന്നിട്ടും സംശയം? മനോബുദ്ധിയാദികളെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ സ്വഭാവം പലതായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ഉള്ളിലുള്ള ചൈതന്യത്തിന്റെ ദോഷം കൊണ്ടാണോ? എന്തുകൊണ്ട്? നമ്മുടെ ഓരോരുത്തരുടെയും മനോബുദ്ധിയാദികളുടെ കോമ്പസിഷൻ, ഘടന ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചിന്തിച്ചുറപ്പിക്കൂ. വെറുതെ ഒന്ന് കേട്ടിട്ട് കാര്യമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിച്ച് മന്നം ചെയ്ത് ഉറപ്പിക്കണം. എൻ്റെ ഭാര്യയുടെ സ്വഭാവം എന്തുകൊണ്ടാണ് വേറെ ആയത്? അല്ലെങ്കിൽ അത് പോട്ടെ, ഭാര്യയുടെ പോട്ടെ, ഇപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളെന്തുകൊണ്ടാണ്
രണ്ട് മക്കളേ ഉള്ളൂ, രണ്ടും രണ്ട് ധ്രുവം. എന്തുകൊണ്ടാ? ഒരേ റൂഫിൽ താമസിക്കുന്നു, ഒരു പ്രായം വരെയെങ്കിലും ഒരേ ആഹാരവും കഴിച്ച്, ഒരേ ബീജത്തിൽ നിന്നുണ്ടായി, ഒരേ അമ്മയിൽ നിന്നുണ്ടായി. എന്തുകൊണ്ട് വിരുദ്ധങ്ങളായ സ്വഭാവം നമ്മൾ കാണുന്നില്ലേ ധാരാളം? എന്തുകൊണ്ടിത് വരുന്നു? ഓരോ ജീവനും ജനിക്കുന്നത് പഴയതിൻ്റെ തുടർച്ചയായിട്ട് ആ സൂക്ഷ്മ ശരീരവും കൊണ്ടാണ്. അപ്പൊ അവൻ നിർത്തിയെടുത്തല്ലേ അവന് തുടങ്ങാനൊക്കെ ഉള്ളൂ. സാഹചര്യങ്ങൾക്ക് ചെറിയൊരു സ്വാധീനം ഉണ്ട് എന്നുള്ളത് ശരി. പക്ഷെ മുഖ്യമായിട്ടുള്ളത് എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതിന് ഈ പ്രതിബിംബം ഒരുപാട് ഈ ഫിലോസഫിയിൽ ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി എല്ലാത്തിനും ഉപരിസ്ഥിതനായിട്ട് നിൽക്കുന്നു. പക്ഷേ സർവസാക്ഷിയായിട്ട് നിലനിൽക്കുന്നു. എന്താ സാക്ഷി എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞു, എല്ലാം കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതുമായിട്ട് ഒന്നുമായിട്ടും ബന്ധപ്പെടുന്നത്. ഏറ്റവും വലിയ സാക്ഷിയെ എന്താ സൂചിപ്പിച്ചത്? സൂര്യനാരായണൻ. എല്ലാറ്റിനും സാക്ഷിയാണ്. എല്ലാത്തിനെയും എല്ലാ കർമ്മങ്ങൾക്കും പ്രേരണ നൽകുന്നത് സൂര്യനാരായണനാണ്. പക്ഷേ സൂര്യഭഗവാൻ ഒന്നിനോടും വിട്ടുന്നില്ല. സൂര്യപ്രകാശത്തിൽ എന്ത് നടന്നാലും സൂര്യനെ അത് ബാധിക്കുന്നില്ല. മുഴുവൻ വളരെയധികം പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഈ നാരദ രാഘവ സംവാദം. ഓരോ ഭാഗം എടുക്കുമ്പോഴും നമ്മളിങ്ങനെ പറയാറുണ്ട്, ഒക്കുന്നിടത്തോളം നമുക്ക് കാണാൻ ശ്രമിക്കാം. അപ്പോഴപ്പോഴും മനസ്സിൽ വരുന്ന ചിന്തകളെ സജ്ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല ഒരു ആധികാരികമായ പഠനം അങ്ങനെയൊന്നും ഇതിനെ വിചാരിക്കാതിരിക്കുക. അപ്പോഴപ്പോഴും വായിക്കുമ്പോൾ മറ്റു പലതും വായിച്ചിട്ടുള്ളതിൻ്റെ ഓർമ്മ വെച്ചിട്ട് പരസ്പരം ബന്ധിപ്പിക്കുന്ന ചിന്തകൾ നമ്മളിതുമായിട്ട് കുറച്ച് പങ്കുവയ്ക്കുന്നു. അത് മാത്രം മനസ്സിലാക്കൂ. ഇതിൽ നിന്ന് കിട്ടുന്ന ഇത് വെച്ചിട്ട് ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തമായിട്ട് ചിന്തിച്ച് ആശയങ്ങളെ കണ്ടെത്താൻ കഴിയട്ടെ. അതിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ഗുരുകൃപ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രഭാത ഭക്ഷണത്തിനുള്ള ഒരു 15-20 മിനിറ്റ് സമയം ഇടവേള. അത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് വന്ന് നമുക്ക് വീണ്ടും ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അതിനു മുമ്പായിട്ട് നമ്മൾ നിർത്തിയിടത്തു നിന്ന് കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ലക്ഷ്മണോപദേശം പാരായണവും പ്രഭാഷണവും നമുക്ക് നോക്കാം. നാരദ രാഘവ സംവാദം നമ്മൾ കുറച്ച് കാണാൻ ശ്രമിച്ചു. എങ്ങനെയാണ് ഈ പരമാത്മ ചൈതന്യം ഇതിനെല്ലാം ആധാരമാകുന്നത് എന്ന ഭാഗമാണ് നാരദൻ പിന്നീട് സൂചിപ്പിക്കുന്നത്. തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനനാകുന്ന നീയല്ലോ, നിങ്കൽ നിന്നുണ്ടായി വരുന്നിതോ ലോകങ്ങൾ, നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ, നിൻ കളിയാകുന്നിതൊക്കെ ഓർക്കും വിധൗ. ഉപനിഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് യതോ വാ ഇമാനി ഭൂതാനി ജായന്തി ഏന ഭൂതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തം തത് ബ്രഹ്മ. എന്താണ് ബ്രഹ്മം എന്നുള്ളതിൻ്റെ ഒരു സൂചന, ഒരു നിർവചനം പോലെ നിർവചിക്കാനാവാത്ത ബ്രഹ്മത്തെ ഏതാനും വാക്കുകളിൽ കൂടി നിർവചിക്കുന്നു. യതോഹ ഏത നിന്നാണോ ഇമാനി ഭൂതാനി ജായന്തി, ഈ കാണായ ഭൂതങ്ങളെല്ലാം ഉണ്ടായി വരുന്നത്, ഏതൊരാധാരത്തിലാണോ ഈ ഭൂതങ്ങൾ മുഴുവൻ നിലനിൽക്കുന്നത്, ഏതൊന്നിലേക്കാണോ അവസാനം ഈ ഭൂതങ്ങൾ മുഴുവൻ ലയിച്ചു ചേരുന്നത്, അതാണ് ബ്രഹ്മം. ഇത് തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ മന്ത്രം. ജന്മാദ്യസ്യേതോന്വയാദിതരതച്ഛാർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. പരമമായ സത്യത്തെ ധ്യാനിക്കുന്നു. ഈ പരമമായ സത്യം എന്താണെന്നുള്ളതാണ് അതിനു മുമ്പുള്ള 8 വാക്കുകളെ കൊണ്ട്, 8 ക്ലോസുകളെ കൊണ്ട്, 8 ഘടകങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുന്നത്.
അതിലൊന്നും പോകാൻ നമുക്ക് ഇപ്പോൾ സമയം അനുവദിക്കുന്നില്ല. ആദ്യത്തെ വാക്ക് മാത്രം ശ്രദ്ധിക്കുക. ജന്മാദ്യസ്യ യതഃ, അത് മാത്രം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. യതഃ യസ്യ ജന്മാദി, ഏതിൽ നിന്നാണോ ഇതിൻ്റെ ജന്മാദികൾ ഒക്കെ നടക്കുന്നത്. ജന്മാദികൾ ഇന്നലെ നമ്മൾ കണ്ടു. ജന്മനാശാദികളില്ലാതൊരു വസ്തു. അവിടെ ജന്മനാശാദികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കാണുകയുണ്ടായി ഷഡ്ഭാവങ്ങൾ. എന്തൊക്കെയായിരുന്നു ഷഡ്ഭാവങ്ങൾ? പലതവണ നമ്മൾ ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും മലയാളത്തിലും ആവർത്തിച്ചതാണ്, അതുകൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല അല്ലേ. ജനനം മുതൽ മരണം വരെയുള്ള, അത് അഥവാ ഉണ്ടാകൽ മുതൽ ഇല്ലാതാകൽ വരെയുള്ള പ്രക്രിയകളുടെ എല്ലാം കൂടെയാണ് ഈ 6 ഭാവങ്ങളായിട്ട് സൂചിപ്പിച്ചത്. അപ്പൊ ജന്മാദ്യസ്യ യതഃ, ഈ കാണായതിൻ്റെ ഒക്കെ ജന്മാദികൾ എവിടെ നിന്ന് നടക്കുന്നുവോ. അപ്പൊ ജന്മാദികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനനം മുതൽ മരണം വരെയുള്ള അവസ്ഥാവിശേഷം, ഉണ്ടാകൽ മുതൽ ഇല്ലാതാകൽ വരെ ഏതൊരാധാരത്തിൽ നടക്കുന്നുവോ. പിന്നെ അതിന്റെ ഓരോ ക്ലോസുകളായിട്ട് ബാക്കി വിശദീകരിച്ചിട്ടാണ് പറഞ്ഞത് പരമമായ സത്യം. ആ പരമമായ സത്യമാണ് ഇതിനെല്ലാം ആധാരമായിട്ട് നിൽക്കുന്നത്. ആധാരം, ആധേയം, ഈ 2 വാക്കുകളെയും നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. യാതൊന്നാണോ താങ്ങി നിർത്തുന്നത് അത് ആധാരം, യാതൊന്നാണോ താങ്ങി നിർത്തപ്പെടുന്നത് അത് ആധേയം. സപ്പോർട്ടഡ് വ്യത്യാസം അതാണ്. അപ്പൊ പ്രപഞ്ചത്തിന് മുഴുവൻ, പ്രപഞ്ചമാകുന്ന ആധേയത്തിന് ഒരേ ഒരു ആധാരം ഈ ചൈതന്യമാണ്. അതിലാണ് ഇത് മുഴുവൻ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത്. അതാണ് ശ്രീനാരദന്റെ വാക്കുകളിൽ സൂചിപ്പിച്ചത് എന്നർത്ഥം. ഇതൊക്കെ എന്താണ്? നിൻകളിയാകുന്നിതൊക്കെ ഓർക്കും വിധൗ. ഇതൊക്കെ ഭഗവാന്റെ ഒരു ലീലയാണ്, ക്രീഡയാണ്. എന്തുകൊണ്ടാണ് ഈ ലീലയാണ് എന്ന് സൂചിപ്പിച്ചത്? കുട്ടികൾ കളിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ, കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരിതിനൊക്കെ വലിയ അറ്റാച്ച്മെന്റ് കാണും. കളിച്ചു കഴിഞ്ഞാൽ എല്ലാം തട്ടിക്കളഞ്ഞിച്ച് അവർ പോവുകയും ചെയ്യുന്നത്. പാല് കുടിക്കാൻ വന്നിരിക്കുമ്പോൾ എൻ്റെ വീടുണ്ടാക്കിയത് അവിടെ ഇരിക്കുന്നു അമ്മ, ഞാൻ പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് ഒരു കുട്ടിയും പറയാറില്ല. ഇംഗ്ലീഷിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. കളിക്കുമ്പോൾ കളിയുടെ രസം, അത് കഴിയുമ്പോഴോ ആ കളിയോട് യാതൊരു ഒട്ടലുമില്ല. അപ്പോൾ ഭഗവാന്റെ ലീലയാണ്, ക്രീഡയാണ്, കളിയാണ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഇതൊക്കെ അതിലങ്ങോട്ട് നടക്കുന്നുണ്ട്, പക്ഷേ ഭഗവാൻ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല, ഒട്ടലുമില്ല എന്നർത്ഥം. നേരത്തെ എങ്ങനെയാണ് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഇതൊക്കെ നടക്കുന്നതെന്നൊക്കെ സൂചിപ്പിച്ചു എന്നർത്ഥം. പിന്നെയോ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം. ഇന്നലെ കാര്യകാരണ ബന്ധത്തെക്കുറിച്ചൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന കാര്യങ്ങൾക്ക്, ഇഫക്ട്സിന് ഒരു കാരണം അഥവാ കോസ് ഉണ്ടായിരിക്കണം. പല ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? സ്വർണവും സ്വർണ്ണാഭരണങ്ങളും, മണ്ണും മൺപാത്രങ്ങളും, സമുദ്രവും തിരമാലകളും, ഇങ്ങനെ പല ഉദാഹരണങ്ങൾ കണ്ടു. അപ്പോൾ കാരണമില്ലാതെ കാര്യം ഉണ്ടാകുന്നില്ല. കാര്യവസ്തുക്കൾ എന്ന് പറയുന്നത് കാരണവസ്തുവിന്റെ നാമരൂപ ഭേദങ്ങളോടുകൂടിയ ആവിഷ്കാരങ്ങൾ മാത്രമാണ്. ഒരു പ്രയാസമല്ല മനസ്സിലാക്കാൻ. സ്വർണ്ണാഭരണങ്ങൾ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? സ്വർണത്തിൽ നിന്നുണ്ടായി, സ്വർണം കൊണ്ട് നിലനിന്ന് അവസാനം എങ്ങോട്ടാ ലയിക്കുന്നത്? സ്വർണത്തിലേക്ക്. എല്ലാം കൂടി ഉരുട്ടി ഇതാക്കി കഴിയുമ്പോഴേ വീണ്ടും സ്വർണത്തിലേക്ക്. അപ്പൊ ഈ ആഭരണമാകുന്നതിന് മുമ്പും സ്വർണം ഉണ്ടായിരുന്നു, ആഭരണമായിട്ടിരിക്കുമ്പോഴും സ്വർണം മാത്രമാണുള്ളത്. ആഭരണം, വള, മാല എന്നുള്ള പേരൊക്കെ അപ്രത്യക്ഷമായി കഴിയുമ്പോഴും അത് സ്വർണമായിട്ട്. ഇതാണ് കാര്യകാരണ ബന്ധം. പക്ഷെ കാര്യം നിലനിൽക്കുന്നത് കാരണത്തിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെയധികം ചർച്ച ചെയ്ത വിഷയമാണ് അൺകോസ്ഡ് കോസ്, പരമമായ കാരണം എങ്ങനെയാണ് ഭഗവാൻ എന്നൊക്കെ നമ്മൾ കണ്ടു. അതാണ് ഇവിടെ സൂചിപ്പിച്ചത് എന്നർത്ഥം. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം, നാരായണ നരകാരേ നരാധിപ, ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു. അത് നമ്മൾ വളരെയധികം ചർച്ച ചെയ്ത് കഴിഞ്ഞ ഭാഗമാണ്. ഏത്? രജ്ജു സർപ്പ ഭ്രാന്തി. ഈ വേദാന്ത ഉണ്ടായ കാലം മുതൽ ഉപയോഗിക്കുന്നതും ഇന്നും പ്രസക്തി നഷ്ടപ്പെടാത്തതുമായ ഉദാഹരണമാണ് കയറിലെ പാമ്പ്. അതാണ് സൂചിപ്പിച്ചത്. ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട്.
കയറിനെ ആരും ഭയപ്പെടാറില്ല. കയറിനെ എപ്പോഴാണ് ഭയപ്പെടുന്നത്? കയറിനെ പാമ്പായിട്ട് ധരിക്കുമ്പോഴാണ്. രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു. ഈ ഭയം സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണോ? കയറാണെന്ന് അറിഞ്ഞവർക്ക് ഒരിക്കലും ഭയമില്ല. കയറിനെ പാമ്പായിട്ട് ധരിച്ചവർക്ക് മാത്രമേ ഭയമുള്ളൂ. സത്യത്തെ സത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും ഭയമില്ല. സത്യത്തിനെ അസതായിട്ട് അതല്ലാത്തതായിട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഭയം. സർവേശ്വരനെ അതിന്റെ ഭാവത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഭയമില്ല. ഉപനിഷത്ത് മന്ത്രം ദ്വിതീയാദ്വൈ ഭയം ഭവതി. രണ്ട് എന്ന ഭാവനയിൽ നിന്നാണ് ഭയമുണ്ടാകുന്നത്. ഒന്നേ ഉള്ളൂ എന്നറിഞ്ഞാൽ പിന്നെ ഭയമില്ല. നന്നായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കുക. ആ വാചകം കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നർത്ഥം. രണ്ട് എന്നുള്ള ഭാവനയിൽ നിന്നാണ് ഭയമുണ്ടാകുന്നത്. ഇവിടെ ഭയം എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ടാണ് സൂചിപ്പിച്ചത്. ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ സൃഷ്ടിക്കുകയാണ് എന്നർത്ഥം. അപ്പൊ രണ്ട് വാസ്തവത്തിൽ ഇല്ലാത്തതാണ്, നമ്മൾ കൽപ്പിച്ചുണ്ടാക്കുന്നതാണ് ദ്വൈതഭാവം. അതുകൊണ്ടാണ് ഭയത്തെ സൃഷ്ടിക്കുന്നത്. അപ്പൊ ആരാണ് ഈ രണ്ടെന്നുള്ള ഭാവന കൽപ്പിക്കുന്നത്? ഞാൻ. ആർക്കാണ് ഭയം? എനിക്ക്. അപ്പൊ ഭയം ഇല്ലാതാണെങ്കിൽ എന്ത് വേണം? പണ്ടേ കണക്ക വരുവാൻ നിൻ കൃപാവലികളുണ്ടാകയങ്കലിഹ നാരായണായ നമാം. അതിന് പണ്ടേ കണക്ക് തന്നെ ആകണം. എങ്ങനെ? ഒന്നായ നിന്നെ. രണ്ടെന്ന് കണ്ടതാണ് ഈ കുഴപ്പത്തിന് മുഴുവൻ കാരണം. മനസ്സിലായില്ലേ? നായ നിന്നേഹ രണ്ടെന്ന് കണ്ടളവിലാണ് ഉണ്ടായൊരിണ്ടൽ. സകല ഇണ്ടലിനും സകല ദുഃഖത്തിനും സകല ഭയത്തിനും കാരണം രണ്ട്. അവിടെ രണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് കഴിഞ്ഞുള്ള രണ്ട് എന്ന് മാത്രമല്ല സൂചന. കുറച്ച് മുമ്പേ വരെ പറഞ്ഞിരുന്ന രണ്ടിന് മുമ്പുള്ള ഒന്നിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒന്നിന് ശേഷമുള്ള ഒരു രണ്ടിനെ കുറിച്ച് പറയുന്നു. അവിടെ രണ്ടെന്ന് സൂചിപ്പിക്കുന്നത് പലത് എന്നർത്ഥം. അപ്പൊ ഹരിനാമകീർത്തനത്തിൽ ആചാര്യനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താം. എന്ത്? ഒന്നായ നിന്നയിഹ പലതെന്ന് കണ്ടളവിൽ. അപ്പൊ ഭയത്തിന് കാരണം എന്താണ്? ഒന്നേ ഉള്ളൂ, പക്ഷെ ആ ഒന്നിനെ പലതായിട്ട് കാണുന്നു. അപ്പൊ അവിടെ രണ്ടെന്നുള്ളതിന്റെ അർത്ഥം രണ്ടെന്നല്ല, പിന്നെ പലത് എന്നർത്ഥം. പ്ലൂറാലിറ്റി, ബഹുവചനം, ബഹുത്വം സൂചിപ്പിക്കുന്നു, നാനാത്വത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഞാൻ തന്നെ കൽപ്പിച്ചുണ്ടാക്കുന്നതാണ്. അതിന് കാരണം എന്താണ്? അജ്ഞാനം. അജ്ഞാനം പോകണമെങ്കിൽ എന്ത് വേണം? വീണ്ടും നമ്മൾ അവിടെ തന്നെ എപ്പോഴും കറങ്ങി കറങ്ങി വരുന്നത് ശ്രദ്ധിക്കൂ എന്നർത്ഥം. അപ്പൊ ഈ ഭയം പോകണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം ഉണ്ടാകണം എന്നർത്ഥം. എന്ത് ജ്ഞാനം? ഇവിടെ ഒന്നേ ഉള്ളൂ, രണ്ടെന്നുള്ളത് എൻ്റെ ഒരു തോന്നൽ മാത്രമായിരുന്നു എന്ന് എപ്പോൾ ബോധിക്കുന്നുവോ അപ്പോൾ സകല ഭയവും ഭയകാരണങ്ങളും പ്രത്യക്ഷമാകുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവ ഭയ മൃത്യു ദുഃഖാദികൾ. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ, നേരെ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? പ്രത്യക്ഷമായിട്ട് ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാകണം. എന്ത്? അഹം ബ്രഹ്മാസ്മി, ഞാൻ ആ പരമാത്മ ചൈതന്യം മാത്രം. അതാണ് നേരെ പരമാത്മാ ഞാനെന്ന് അറിയുമ്പോൾ. അപ്പൊ കടലാസിലുള്ള അറിവല്ല അവിടെ സൂചിപ്പിക്കുന്നത്, പിന്നെ അനുഭവജ്ഞാനത്തെ, വിജ്ഞാനത്തെ, വിസ്ഡം എന്നുള്ള ഇംഗ്ലീഷ് വാക്കിനാണ്. നോളജ് എങ്ങനെയാണ് വിസ്ഡമാകുന്നത്? ജ്ഞാനം എങ്ങനെയാണ് വിജ്ഞാനമാകുന്നത്? അനുഭവത്തിന്റെ ചൂട് വരുമ്പോഴാണ്, അനുഭൂതി വരുമ്പോഴാണ്. അപ്പൊ നേരെ പരമാത്മാ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാനല്ല ഉദ്ദേശിച്ചത്. പിന്നെ ഓരോരുത്തരും അവരവര് ബോധിക്കണം. ഗുരുനാഥൻ ബോധിച്ചിട്ട് കാര്യമില്ല. ഗുരുനാഥന് പറയാം ഞാൻ ബോധിച്ചു എന്ന്. പക്ഷെ നമുക്കെന്ത് വേണം? നമ്മൾ ഓരോരുത്തരും അത് മനനം ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഇതിനെ സാക്ഷാത്കരിക്കണം. എന്ത്? നേരെ പരമാത്മാ ഞാൻ, അഹം ബ്രഹ്മാസ്മി എന്നുള്ളതിന്റെ
ലിറ്ററൽ ട്രാൻസ്ലേഷനാണ് നേരെ പരമാത്മാ. ഇതൊക്കെ നമ്മൾ വെറുതെ വായിച്ചു പോയാൽ ഇങ്ങനൊരു സന്ദേശമൊന്നും അതിൽ നിന്ന് നമുക്ക് കിട്ടുകയില്ല. അതാണ് രാമായണം വിശദമായിട്ട് പഠിക്കുന്നതിൻ്റെ. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും. എന്തു തീരും? ഭവ ഭയ മൃത്യു ദുഃഖാദികൾ. എന്നിട്ട് ആദികൾ എന്നാണ് പറഞ്ഞത്, എക്സെട്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഭവ ശബ്ദത്തിനെ സൂചിപ്പിക്കുന്നു, സംസാരത്തെ സൂചിപ്പിക്കുന്നു. ഭവ സാഗരം, ഭവസമുദ്രം സംസാരത്തെ സൂചിപ്പിക്കുന്നു. അതിലെയാണ് ഭയ ദുഃഖങ്ങളൊക്കെ ഉള്ളത്. സംസാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ദുഃഖമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, തൃതീയ സ്കന്ധത്തിൽ ഭാഗവതത്തില് വിതുരമഹാശയൻ മൈത്രേയരെ സമീപിച്ച് ചോദിക്കുന്ന ചോദ്യം, സുഖാനി കർമാണി കരോതി ലോകഃ. ഈ ലോകം മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്? ആരും ദുഃഖത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാറില്ല, പിന്നെ എല്ലാവരും സുഖത്തിന് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. പക്ഷെ ആ സുഖം കിട്ടുന്നില്ല എന്ന് തന്നെയല്ല, പിന്നെ മറിച്ചുള്ളത് ധാരാളം കിട്ടുകയും ചെയ്യുന്നു. എന്നിട്ടും അത് മനസ്സിലാക്കാതെ വീണ്ടും അത് തന്നെ ചെയ്യുന്നു. ഇതെന്ത് വൈചിത്ര്യമാണ് എന്ന് വിശദീകരിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ അത് മാറണമെങ്കിൽ എന്ത് വേണം? നേരെ പരമാത്മാ ഞാനെന്ന് അറിഞ്ഞ് ബോധിക്കണം. ബോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപരോക്ഷമായിട്ട് ഓരോരുത്തരും അനുഭവിച്ചറിയണം. ബുക്കീഷ് നോളജ് അല്ല, താത്വികമായ അറിവല്ല, പിന്നെ അനുഭവജ്ഞാനം ഉണ്ടാകണം. അതിനെന്ത് വേണം? ഗുരുനാഥൻ തത്വമസി എന്ന് പറഞ്ഞ വാക്കിനെ മനനം ചെയ്ത് ഓരോരുത്തർക്കും അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ കഴിയണം. ഒരാൾ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ ആവർത്തിച്ച് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ടായില്ല എന്നർത്ഥം. പിന്നെ ഓരോരുത്തർക്കും ഒറ്റയ്ക്ക് അനുഭവം വന്നിട്ട് ഉറച്ചു പറയാൻ കഴിയണം. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവ ഭയ മൃത്യു ദുഃഖാദികൾ. ഇനി തിരിച്ചൊന്ന് ആലോചിക്കൂ. ഭവ ഭയ മൃത്യു ദുഃഖാദികൾ തീരണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന്. എല്ലാം നമ്മളിങ്ങനെ തിരിച്ചു ചിന്തിക്കുമ്പോഴാണ് അത് ശരിക്കും മനസ്സിലാകുന്നത്. ഇങ്ങനെ അറിഞ്ഞാൽ ദുഃഖം തീരും. അപ്പൊ ഇപ്പൊ ദുഃഖം നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതറിയാത്തത് കൊണ്ട്. അപ്പൊ ദുഃഖം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ മനസ്സിലാക്കണം. അതിനുള്ള ഒരു മാർഗം പറഞ്ഞു തരുന്നു പിന്നീട്. എന്ത്? ത്വൽകഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും എന്നുള്ള മാർഗം പറഞ്ഞു തരുന്നു. എന്ത്? ത്വൽകഥാനാമശ്രവണാദികൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നാമജപം. ഗീത 10-ാം അധ്യായത്തിൽ ഭഗവാൻ പറയും, യജ്ഞാനാം ജപയജ്ഞോസ്മി. യജ്ഞങ്ങളിൽ വെച്ച് ഞാൻ ആരാണ്? ജപയജ്ഞമാണ്. ജപത്തിന്റെ പ്രാധാന്യം. നാമജപം. നാമജപം മന്ത്രജപം രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം അല്ലേ. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നൊക്കെ പറയുന്നത് മന്ത്രജപമാണ്. നാരായണ 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 ജപിക്കുന്നത് നാമജപമാണ്. ചെറിയ വ്യത്യാസം മനസ്സിലാക്കാൻ. ഓം ചേർത്ത് ഒരു സെന്റൻസ് ആയിട്ട് വരുമ്പോഴാണത് മന്ത്രമാകും. ഓം നാരായണായ നമഃ, ഓം ശിവായ നമഃ, ഇപ്പോഴാണത് മന്ത്രമാകുന്നത്. അപ്പൊ ത്വൽ കഥാ നാമശ്രവണാദികൾ. അപ്പൊ നാമജപം വേണം, പിന്നെ കഥാശ്രവണം, ഭഗവാന്റെ കഥകളെ ജന്മകർമ്മങ്ങളെ കീർത്തിക്കുന്നത് കേട്ട് പഠിക്കണം. എന്തിനു വേണ്ടിയിട്ട്? മനസ്സിനെ ഇങ്ങനെ അതിൽ ലയിപ്പിക്കാൻ. ഭഗവാന്റെ അവതാരോദ്ദേശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഭക്തന്മാർക്ക് പാടി പുകഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാര ലീലകളെല്ലാം. അവതാര ലീലകൾ നേരത്തെ സൂചിപ്പിച്ചു അല്ലേ. ലീലയായിട്ട് എന്തുകൊണ്ടാണെന്ന്? അവതാര ലീലകളാണ്. ഈ ലീലകൾ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ട് ആടിയിരിക്കുന്നു? ഇതൊക്കെ ആൾക്കാർക്ക് കണ്ട് രസിക്കാനും പാടി 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 മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കാനും വേണ്ടിയിട്ട്. ഭക്തി മുഴുത്ത് ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാം വിലുദിച്ചിടും. അപ്പൊ ഈ നാമശ്രവണങ്ങളെ കൊണ്ട്, കഥാശ്രവണത്തെ കൊണ്ട് എന്തുണ്ടാകും? വരും ക്രമാൽ ഭക്തിയും. എന്താ ക്രമാൽ എന്ന് സൂചിപ്പിച്ചത്? എന്താണ്? ഉള്ളിലെ കാമക്രോധാദികൾ അത്ര പെട്ടെന്നൊന്നും അങ്ങോട്ട് പോവില്ല കുട്ടാ. പിന്നെന്ത് വേണം?
കുറേ ജപം കൊണ്ട്, കുറേ ശ്രവണം കൊണ്ട്, കുറേ മനനം കൊണ്ട് മാത്രമേ ക്രമാൽ എന്ന് സൂചിപ്പിച്ചത് അതാണ്. വാക്കുകളുടെ അർത്ഥം ഉൾക്കൊള്ളൂ. എന്തുകൊണ്ട് കാലക്രമേണ എന്നുള്ളതിന്റെ അർത്ഥമാണ് അവിടെ സൂചിപ്പിച്ചത്. ക്രമാൽ, ഗ്രാജ്വലി എന്ന് ഇംഗ്ലീഷ് പറയുന്ന അർത്ഥം. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു കഥ കേട്ടു, ഇതൊക്കെയായി അല്ല എന്നർത്ഥം. അവോളം കേൾക്കും. ഒരു ആചാര്യനോട് എത്ര നാൾ കഥ കേൾക്കണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ, ഞാൻ എത്ര നാളിങ്ങനെ കഥ കേൾക്കണം, ഞാൻ ഇല്ലാതാകുന്നിടം വരെ. എന്ത് സംഭവിക്കണം? കഥ കേട്ട് 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 ഞാനില്ലാതാകണം. ഇതുകൊണ്ടൊക്കെ സാധിക്കേണ്ടത് അതാണ് ക്രമാൽ ഭക്തി വളരും എന്ന് പറഞ്ഞു. ഒരു മിറക്കിളൊന്നും എക്സ്പെക്ട് ചെയ്യരുത് എന്നർത്ഥം. വേദാന്തത്തില് മിറക്കിളൊന്നുമില്ല, അതിശയങ്ങളൊന്നും നടക്കുന്നില്ല. അതാണ് ക്രമാൽ എന്ന് സൂചിപ്പിച്ചതെന്ന് മനസ്സിലാക്കാം. അങ്ങനെ കാലക്രമത്തിൽ ഭക്തി ഉണ്ടാകുമ്പോൾ ഇല്ലേ, ഉള്ളിൽ കനത്ത മതമാത്സര്യങ്ങൾ ഉള്ളപ്പോൾ പോലും തിരുനാമങ്ങളെ ജപിച്ചുകൊള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യും? മറ്റുള്ളതിനെ കൂടെ ഒക്കെ ഇങ്ങനെ പുഷ് ചെയ്ത് ഫ്ലഷ് ചെയ്ത് വെളിയിലേക്ക് കളയും. അങ്ങനെ ഭക്തി മുഴുത്തു കഴിയുമ്പോൾ എന്തുവരും? ഭക്തി മുഴുത്തെന്ന് പറഞ്ഞാല് സാധാരണ ഉപയോഗിക്കുന്ന പ്രശ്നം. ഭക്തി മുഴുത്ത് തത്വജ്ഞാനമുണ്ടായാൽ മുക്തി വന്നിടും, ഇല്ലൊരു സംശയം. ഇന്നലെ നമ്മൾ പറഞ്ഞു, പലയിടത്തും ഇങ്ങനെ ആവർത്തിക്കുന്ന കാണാം. ഇല്ലൊരു സംശയം, ഇല്ലൊരു സംശയം, നാസ്ത്യത്ര സംശയ. ഗീതയിലും രാമായണത്തിലും ഭാഗവതത്തിലും ഒക്കെ കാണും. എന്തുകൊണ്ട്? വായിക്കുന്ന നമ്മെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു സംശയം അങ്ങോട്ടുള്ള, ഇതൊക്കെ ശരിയാണോ? അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട, നമുക്ക് ആ ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് പറയുന്നു. ഭക്തി മുഴുത്ത് തത്വജ്ഞാനമുണ്ടായാൽ. അപ്പൊ തത്വജ്ഞാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഭക്തി വെറുതെ ഉണ്ടായെന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ ഭക്തി നന്നായിട്ട് വർദ്ധിച്ചു വരണം. ഭഗവത്ഗീത 12ാം അധ്യായം വീണ്ടും സൂചിപ്പിക്കട്ടെ. നന്നായിട്ട് പഠിക്കൂ, അപ്പോൾ മനസ്സിലാകും ഭക്തി ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്, ഭക്തി മുഴുക്കുന്നത് എങ്ങനെയാണ്. ഭക്തി പരമമായ ഭാവത്തിൽ എത്തുന്നതിനെയാണ് അവിടെ മുഴുക്കുമ്പോൾ സൂചിപ്പിച്ചത്. മൂപ്പെത്തുമ്പോൾ, അങ്ങനെ പറയാറില്ലേ, മൂപ്പെത്തിയത്. ഭക്തി മൂപ്പെത്തി കഴിയുമ്പോൾ, മൂത്ത് കഴിയുമ്പോൾ, മുഴുത്തു കഴിയുമ്പോൾ എന്താകും? ജ്ഞാനമായി. തത്വജ്ഞാനമുണ്ടായാൽ മുക്തി വന്നിടും, ഉറപ്പാണ്. അപ്പൊ ഇനി മുമ്പേ പറഞ്ഞാലൊന്ന് തിരിച്ചു ചിന്തിക്കൂ. അപ്പൊ മുക്തി വേണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. ജ്ഞാനം വേണമെങ്കിൽ എന്ത് വേണം? ഭക്തി വേണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ നാമജപം, കഥാശ്രവണം, ഇങ്ങനെയുള്ള ഉപാസനകളിലൊക്കെ ചെയ്യും. അവിടെ ഒരിടത്തും പറഞ്ഞില്ല ക്ഷേത്രത്തിൽ പോകണം, അർച്ചന കഴിക്കണം, പാൽപായസം വാങ്ങിച്ചു കുടിക്കണമെന്നൊന്നും പറഞ്ഞില്ല. ശ്രദ്ധിക്കൂ. കാരണം അതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടിത് വേണം. ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സത്സംഗത്തിന് വേണ്ടിയിട്ട് ആയിരിക്കണം, നാമജപത്തിന് വേണ്ടിയിട്ടായിരിക്കണം. വീട്ടിൽ അതിന് അനുകൂല സാഹചര്യം ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിരുന്ന് 10 മിനിറ്റ് അരമണിക്കൂറോ ജപിക്കാൻ കഴിയണം. പക്ഷെ ഇന്ന് എത്ര പേരുണ്ട് ക്ഷേത്രത്തിൽ പോയാൽ അല്പസമയം അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് നാമം ജപിക്കുന്നതെന്ന് ആലോചിച്ചോളൂ. സത്സംഗത്തിന് ശ്രമിക്കുന്നവര് എത്ര പേരുണ്ടെന്ന് ആലോചിച്ചോളൂ. അപ്പൊ ഈ ക്ഷേത്രം ഇതിനൊക്കെ വേദിയാക്കിയിരിക്കുന്നത് ഇതിനനുകൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിച്ച് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. ഇങ്ങനെ ഈ റിവേഴ്സ് ചിന്തിച്ചെങ്കിലേ ശരിക്കിത് മനസ്സിലായില്ലേ? ആ പ്രോസസ്സ് മനസ്സിലായി. എപ്പോഴും നമുക്കിത് പറയാനൊക്കെ ഇല്ല. നമ്മളെപ്പോഴും ഇത് നമ്മുടെ ഒരു സാധനയുടെ ഭാഗമാക്കണം എന്നർത്ഥം. മുക്തി വേണമെങ്കിൽ തത്വജ്ഞാനം ഉണ്ടായേ മതിയാകൂ. തത്വജ്ഞാനം ഉറയ്ക്കണമെങ്കിൽ എന്ത് വേണം? ഭക്തി മുഴുക്കണം. ഭക്തി മുഴുക്കണമെങ്കിൽ എന്ത് വേണം? ഉള്ളിലുള്ള കാമക്രോധാദികളൊക്കെ ഇല്ലാതെയാകണം. അതിനെന്ത് വേണം? ഭഗവത് കഥാ ശ്രവണവും. അല്ലേ? പ്രഹ്ലാദന്റെ നവവിധ ഭക്തി വളരെ പ്രസിദ്ധമാണ്. തുടങ്ങുന്നത് എങ്ങനെയാണ്? ശ്രവണം, കീർത്തനം, വിഷ്ണോസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. എവിടെയാ എത്തിയത്? അവസാനം ആത്മനിവേദനത്തിലെത്തുന്ന. അപ്പൊ ഭക്തി പൂർണ്ണമാകണമെങ്കിൽ എന്ത് വേണം? അവിടെ ആത്മനിവേദനം. അപ്പൊ ബാക്കിയൊക്കെ നിവേദിക്കുന്ന എന്തിന്റെ സൂചനയായിരിക്കണം? ആത്മനിവേദനത്തിന്റെ ടോക്കണായിട്ട് വേണം.
അപ്പൊ എത്തേണ്ടത് അവിടെയാണ് അല്ലേ? നിവൃത്തിയില്ലാതെ വന്നപ്പോ മഹാബലി തല കുനിച്ചിട്ട് പറഞ്ഞു, എന്ത്? മൂന്നാമത്തെ കാലടി അടിയന്റെ തലയിലാവട്ടെ. എന്നിട്ട് ഭഗവാൻ കാല് വെച്ചോ തലയില്? പിന്നെ വെച്ചു, ചവിട്ടി താഴ്ത്തി. എന്നിട്ട് വർഷത്തിലൊരിക്കൽ വന്നോളാനും പറഞ്ഞു. നോൺസെൻസ്. ഭഗവാൻ തലയിൽ കാല് വെച്ചിട്ടുമില്ല, മഹാബലിയെ എങ്ങും ചവിട്ടി താഴ്ത്തിയിട്ടുമില്ല. പല പടങ്ങളും പല കഥകളും വേണ്ടാത്തതൊക്കെ പ്രചരിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ചില തൽപര കക്ഷികൾ മെനഞ്ഞുണ്ടാക്കിയതാണെന്ന് ഓർമ്മയിലിരിക്കട്ടെ. മഹാബലി വർഷത്തിലൊരിക്കൽ വരുന്നതല്ല ഓണം. പിന്നെന്താണ്? വാമനാവതാര ജയന്തി നമ്മൾ ആഘോഷിക്കുകയാണ്. അതാണ് തിരുവോണം. അല്ലാതെ മാവേലി കാണാൻ വരുന്നതൊന്നും അല്ല. വേണ്ടാത്ത കഥകൾ പ്രചരിച്ചിരിക്കുന്നതാണ് അതൊക്കെ. ഇപ്പൊ ഭക്തി മുഴുത്ത് തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ത്വൽഭക്തഭൃത്യ ഭൃത്യന്മാരിലേഖനം നൽപജ്ഞനാമെന്നെയും കരുതേണമേ. ത്വൽഭക്ത ഭൃത്യ ഭൃത്യന്മാരിൽ അല്ലേ? ഇപ്പൊ ഭക്തനാകണമെന്നില്ല, പിന്നെ ഭക്തന്മാരുടെ ഭൃത്യന്റെ ഭൃത്യനെങ്കിലും ആകാൻ എനിക്ക് കഴിയണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ. മോഹിപ്പിക്കുന്ന ആരാണ്? ചേതോ വിമോഹിനി മയക്കായികമായ. എങ്ങനെ? ദേഹോഹമെന്ന വഴി. ഓർമ്മയില്ലേ ഹരിനാമകീർത്തനത്തിൽ? ചേതോ വിമോഹിനി, ചേതസ്സിനെ വിമോഹിപ്പിക്കുന്ന മായ എന്നെ മോഹിപ്പിക്കാതിരിക്കട്ടെ. എന്തോ പെട്ടെന്നുണ്ടാകുന്ന മോഹം? നേരത്തെ പറഞ്ഞല്ലേ, ഞാൻ ഈ ശരീരമാണ് എന്നുള്ള മഹാമോഹം. അല്പജ്ഞനാമെന്നെയും കരുതേണമേ. മായാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കണമേ. വല്ലപ്പോഴും അനുഗ്രഹിച്ചാൽ പോരാ, മോളുടെ കല്യാണം നടക്കുന്നിടം വരെ ഒന്ന് അനുഗ്രഹിക്കണേ എന്നല്ല പറഞ്ഞത്, പിന്നെ നിത്യം അനുഗ്രഹിക്കണമേ. ത്വന്നാഭിപങ്കജത്തിങ്കിൽ നിന്നേകതാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിതാ. എന്റെ പിതാവായ ബ്രഹ്മദേവൻ എവിടെ നിന്നുണ്ടായി? അങ്ങയുടെ നാഭിപങ്കജത്തിൽ നിന്നുണ്ടായ താമരയിലാണ്, നാഭിപങ്കജത്തിലാണ് എന്റെ അച്ഛൻ ബ്രഹ്മദേവൻ ജനിച്ചത്. നിന്നുടെ പൗത്രനായി അല്ലേ? മകന്റെ മകനാകുമ്പോ ആരുടെ സ്ഥാനമായി? പൗത്രന്റെ സ്ഥാനമായി. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ആരാണ്? പൗത്രനാണ്. നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. അപ്പൊ പൗത്രൻ എന്നുള്ള പരിഗണനയൊന്നും എനിക്ക് വേണ്ട. പിന്നെന്ത് വേണം? ഭക്തൻ എന്നുള്ള ഒരു പരിഗണന കിട്ടിയാൽ മതി. എന്തുകൊണ്ട്? ഭഗവാന് പൗത്രനും പുത്രനും തമ്മിലൊന്നും വലിയ പരിഗണനയൊന്നുമില്ല. എവിടെ ഭക്തനുണ്ടോ? അഹം ഭക്തപരാധീനഃ അസ്വതന്ത്രോ ഇവ ദ്വിജ. ആരാടാ പറഞ്ഞേ? അംബരീഷിന്റെ കഥയില് ദുർവാസ മഹർഷിയോട് ഭഗവാൻ പറഞ്ഞു, എന്ത്? അഹം ഭക്തപരാധീനഃ അസ്വതന്ത്രോ ഇവ ദ്വിജ. അല്ലെ? അസ്വതന്ത്രനെ പോലെയാണ് ഞാൻ. അസ്വതന്ത്രനാണെന്നല്ല പറഞ്ഞു, പിന്നെ അസ്വതന്ത്രനെ പോലെയാണ് ഞാൻ. എന്തുകൊണ്ട്? ഭക്തപരാധീനൻ ആയതുകൊണ്ട്. അല്ലെ? ഭക്തന്റെ മഹിമ നോക്കൂ. അതുകൊണ്ട് പൗത്രനാണെന്നുള്ള ക്വാളിഫിക്കേഷൻ അല്ല, പിന്നെ ഭക്തനാണെന്നുള്ള ക്വാളിഫിക്കേഷൻ മതി എനിക്ക്. അതുകൊണ്ട് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവിടുന്ന് യാത്രയൊക്കെ പറയാൻ പോകുന്നത്. പിന്നീടാണ് വന്ന കാര്യമൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ് വന്നത്? അങ്ങ് മർത്യാവതാരം സ്വീകരിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രാക്ഷസ ഭൂഭാരം തീർക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ്. പക്ഷേ അങ്ങേ ഇപ്പൊ യുവരാജാവായിട്ടൊക്കെ അഭിഷേകം ചെയ്തിട്ട് സത്യമൊക്കെ ചെയ്തിട്ടാ വന്നതെങ്കിലും മനുഷ്യ ശരീരമൊക്കെ സ്വീകരിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് ഇനി അങ്ങോട്ട് വരുമ്പോൾ സമ്പാദിവാക്യം വരുന്നിടത്ത് കാണും അല്ലേ? ഗർഭസ്ഥ ശിശു അവിടെ കിടന്നുകൊണ്ട് ചില തീരുമാനങ്ങളൊക്കെ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ട് പാസ്സാക്കുന്നുണ്ട്. പ്രമേയം നമ്പർ 1 നമ്പർ 2 ഒക്കെ ഇറങ്ങി വന്ന് നമ്പർ 1 നമ്പർ 2 ഒക്കെ ആകുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മറന്നു പോകുന്നുണ്ട് അല്ലേ? നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ നിർണയം. എവിടെ? അകത്ത് കിടന്നിട്ട് പഴയ ജന്മ വിവരങ്ങൾ മുഴുവൻ ഓർമ്മ വരും. ഇങ്ങനെ
TV സ്ക്രീനിൽ കാണുന്നത് പോലെ അമ്മയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് ഇത് മുഴുവൻ കാണും. എത്രയോ ജന്മം. അത് ശങ്കരാചാര്യസ്വാമികൾ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒന്നാണ്. എന്ത്? ശിവാപരാധ ക്ഷമാപണ സ്തോത്രം. നോട്ട് ചെയ്ത് വെച്ചോളൂ ചോദ്യത്തിന് ഉത്തരം. ശിവാപരാധ ക്ഷമാപണ സ്തോത്രം. പറ്റി കിടന്നുകൊണ്ട് ആലോചിക്കുകയാണ്. ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. വേണ്ടതുപോലെ ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചില്ല, അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഈ അനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭഗവാനെ എന്റെ അപരാധത്തെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ പോലെ മർത്യജന്മം കിട്ടിക്കഴിയുമ്പോൾ ഇതൊക്കെ മറന്നുപോയെന്ന് വരാം. അതുകൊണ്ട് ഭഗവാനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എന്ത് പറഞ്ഞു? സത്യത്തെ ഒരിക്കലും ലംഘിക്കയില്ല, നാളെ തന്നെ ഞാൻ വനത്തിന് പോകാൻ തയ്യാറെടുത്തുകൊള്ളാം എന്ന് നാരദരോട് ഭഗവാൻ പ്രോമിസ് ചെയ്യുന്ന ഭാഗമാണ്. ബാക്കി നമുക്ക് പൂജയും ശിവേലയും കഴിഞ്ഞിട്ട് ആവാം.